ഹിന്ദി. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഞാനൊക്കെ ഒരുപാട് അംഗീകരിച്ചു. കാരണം എന്തറിയാമോ, ഈ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് എന്നാൽ ലോകത്തെല്ലാം നമ്മൾ നേടിയെടുക്കാൻ ഞാൻ വിചാരിച്ച ആളാണ്. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ഇംഗ്ലീഷ് മാത്രം പഠിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ചെന്നാൽ പച്ച വെള്ളം പോലും കിട്ടില്ല എന്ന പ്രായോഗികമായിട്ടുള്ള അനുഭവം എനിക്കുണ്ടായി. ഇനി ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ബീഹാറിൽ ചെന്നപ്പോൾ എന്താ പ്രശ്നം അറിയാമോ? ഞാനിവിടെ വൈകുന്നേരം കഞ്ഞിയും ചെറുപയറും വാഴക്കും മുതവരനൊക്കെയാണ് കഴിയുന്നത്. ബീഹാറിൽ ഒന്നും കിട്ടാനില്ല, ചപ്പാത്തി മാത്രമേ ഉള്ളൂ. ചപ്പാത്തി ആണെങ്കിലും എനിക്കിഷ്ടമാണ്. പക്ഷെ അതിന്റെ കറി ഉണ്ടല്ലോ, അതിന്റെ വാട കൊണ്ട് നമുക്ക് മൂക്കിനോട് അടുപ്പിക്കാൻ പറ്റത്തില്ല. കടുകെണ്ണയിലാണ് ബീഹാറിൽ കടുക് ഇറക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണയൊന്നുമല്ല. അതിന്റെ ഭയങ്കര നാറ്റമാണ്. അപ്പൊ എനിക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ തോന്നി. ഈ കടുകെണ്ണയുടെ നാട്ടിൽ വരുമ്പോഴേ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു തുടങ്ങി. രാത്രിയിലൊക്കെ ഞാൻ കഞ്ഞി സ്വപ്നം കാണാൻ തുടങ്ങി. ദൈവമേ, എനിക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് കുണ്ടാങ്കടയിൽ വന്നിട്ട് ഒരു കഞ്ഞിയും ചമ്മത്തിയൊക്കെ കൂട്ടി ഇങ്ങനെ ഞെവടി ഒന്ന് കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിപ്പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കുക്കിനോട് പറഞ്ഞു, എനിക്കറിയാവുന്ന ഹിന്ദി ഞാൻ പറഞ്ഞു, മുझे ദോശ ചാഹിയേ. ശരിയാണോ? ശരി, ഇത്രയൊക്കെ ശരിയാണ്. ഹിന്ദിയൊക്കെ അറിയില്ലേ? അപ്പൊ കുക്കിനോട് ചോദിച്ചു, സാം ദോശ കൈസെ ബനാത്തെ ഹേ, ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് ആ കൂടി അറിയാവുന്ന ഹിന്ദിയൊക്കെ ഞാൻ തപ്പി നോക്കി. 10ാം ക്ലാസ്സിൽ ഹിന്ദി എവിടെങ്കിലും വാക്ക് കിടക്കൊണ്ട് നോക്കിയപ്പോൾ ചില വാക്കുകളൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു, 1 ഗ്ലാസ് ചാവൽ, ശരിയല്ലേ, 1 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ഉഴുത്, 1 ഗ്ലാസ് ഉഴുന്ന്, दोनों मिक्सी में अच्छी तरह ग्राइंड करो, एक रात तक रहो. ഒരു രാത്രി അവിടെ വയ്ക്കാൻ. അപ്പൊ നേരം എടുത്ത് ഇതെല്ലാം പൊളിച്ച് പരുവായി കഴിഞ്ഞു. ഞാൻ നേരെ അടുക്കളയിലൂടെ, ഞാൻ സ്റ്റാറ്റസ് നോക്കിയാൽ ദോശ നടത്തില്ല. ഞാൻ നേരെ അടുക്കളയിൽ ചെന്നിട്ട് ദോശയൊക്കെ ചുട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുझे നാരിയൽ की ചട്നി ചാഹിയേ. അവിടെയാണ് കുഴപ്പം പറ്റിയത്. എനിക്ക് അരച്ചുകൊണ്ട് വന്ന ചമ്മന്തി കരിക്കിന്റെ ചമ്മന്തി.